സാർ നമസ്കാരം. നമസ്കാരം. എല്ലാ മാധ്യമങ്ങൾക്കും ഇന്ന് വാർത്തകളുടെ ചാകര തന്നെയാണ്. കേരളം പലകുറി ചർച്ച ചെയ്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ CMRൽ നിന്നും കോടിക്കണക്കിന് രൂപ അഴിമതി പണം വാങ്ങി, മാസപ്പടി പണം വാങ്ങി എന്നുള്ള ആ ഒരു വിഷയത്തിൽ സ്റ്റേ നീങ്ങി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ED പിണറായി വിജയന്റെ വസതികളിലെല്ലാം റെയ്ഡ് നടത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സാർ, ഇവിടെ എനിക്ക് ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, കോൺസുലേറ്റ് ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറയുകയും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതിൻ്റെ പേരിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന N. ശിവശങ്കരൻ ഏതാണ്ട് 1.5 വർഷത്തിൽ കാലം അധികം ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ആദ്യം വെളിപ്പെടുത്തിയത് ഈ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കള്ളക്കടത്ത് നടത്തുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു. പിന്നീട് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അതുപോലെ കോടതിയിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ പരാമർശങ്ങളും തന്നെയായിരുന്നു. അവർ അക്കമിട്ട് അടയാളപ്പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഫോൺ ഇടപാടുകളടക്കം, ലൈഫ് മിഷൻ കേസിൽ അടക്കം ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് റെഡ് ക്രസന്റ് വഴി കേരളത്തിലേക്ക് കോടികൾ ഒഴുകിയത്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഇത്തരം പല കാര്യങ്ങളും അക്കമിട്ട് അടയാളപ്പെടുത്തി അവർ സംസാരിക്കുമ്പോഴും ഞാൻ ഇന്ന ദിവസം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഇന്ന കാറിലാണ്, ഇത്രാം നമ്പർ കാറിലാണ് ഞാൻ പോയത്, അന്ന് ഞാൻ ധരിച്ചിരുന്നത് ഇന്ന വസ്ത്രമാണ്, ക്ലിഫ് ഹൗസിൽ ഇന്ന ഇടത്തിരുന്നാണ് ഞാനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി സംസാരിച്ചത്, അതുപോലെ ഷാർജ ഷെയ്ഖും ഭാര്യയും കേരളം സന്ദർശിച്ചപ്പോൾ അനധികൃതമായി പരിപാടിയിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വ്യവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം പല അഴിമതി ആരോപണങ്ങൾ അവർ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ക്ലിഫ് ഹൗസിന്റെ ആകാശത്ത് മാത്രം വെട്ടിയ ഒരു വെള്ളിടിയിൽ ക്ലിഫ് ഹൗസിൽ സ്വപ്ന സുരേഷിന്റെ സന്ദർശനങ്ങളെല്ലാം, ആ ഫൂട്ടേജുകളെല്ലാം നശിച്ചു എന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയത്. അഥവാ അത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ ഏത് മന്ത്രാലയമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് പുറത്തു വരുമ്പോൾ ഈ മന്ത്രാലയങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഒരു തീപിടുത്തം ഉണ്ടാകുന്നതും തെളിവ് നശിപ്പിക്കപ്പെടുന്നതും കേരളം കണ്ടിട്ടുള്ളതാണ്. ക്രൈം അടക്കമുള്ള മാധ്യമങ്ങൾ അത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പലവട്ടം അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2020 കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന CMRലുമായി ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് EDയുടെ പരിശോധന. മുഖ്യമന്ത്രിയുടെ പിണറായിലുള്ള വീട്ടിലും, മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനുള്ള വീട്ടിലും, അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായ മുൻ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലുള്ള വീട്ടിലും CMRL ഓഫീസിലും എല്ലാം നടക്കുന്ന ഈ റെയ്ഡിന് അടിസ്ഥാനം അതാണെന്ന് പറയുമ്പോൾ, സാർ, സ്വപ്ന സുരേഷ് സന്ദർശിച്ച അവസരങ്ങളിലെല്ലാം ഈ ഫൂട്ടേജുകൾ കത്തിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുമ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഇത്തരം ചില അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അവിടെയും രേഖകൾ കത്തി നശിച്ചു, ഗോഡൌൺ കത്തി നശിപ്പിച്ചു, സെക്രട്ടേറിയറ്റിന്റെ 4ാം ബ്ലോക്കിൽ തന്നെ ഇത്തരം ചില തീപിടുത്തങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്ന ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തുമ്പ് കിട്ടാനുള്ള സാധ്യതകൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുറ്റാന്വേഷണ സ്വഭാവത്തോടു കൂടി പല വാർത്തകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ക്രൈമിന്റെ ചീഫ് എഡിറ്റർ എന്ന രീതിയിൽ ശ്രീ നന്ദകുമാർ സാറിന് ഇതിലെന്താണ് പറയാനുള്ളത്? അതായത് പിണറായി വിജയനെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മകനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മകളെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ, മരുമകനെ കുറിച്ച് അന്വേഷിച്ചാൽ തീർച്ചയായും തുമ്പുകളെല്ലാം വലിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ കൊണ്ട് പുറത്തു വരാൻ പറ്റും. എൻ്റെ ഓഫീസിൽ നിന്ന്, ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് 2001 ഡിസംബർ 1 റെയ്ഡ് ചെയ്തപ്പോൾ കൊണ്ടുപോയത് പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചുള്ള, വിദേശത്തുള്ള സമ്പാദ്യത്തെക്കുറിച്ചുള്ള രേഖകളാണ്. സാർ, അത് കോഴിക്കോട് ഓഫീസിൽ നിന്ന്, ഇവിടെ നിന്ന് എറണാകുളത്ത് കലൂരിലെ ഓഫീസിൽ നിന്നാണ് അന്ന് വീടിൽ നിന്നാണ് ആ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരേ സമയത്ത് വീടും ഓഫീസും റെയ്ഡ് ചെയ്യാൻ വേണ്ടി, ഈ സാധനം പിടിച്ചെടുക്കാൻ വേണ്ടി വീണ ജോർജിൻ്റെ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കുകയും ആ കള്ളപ്പരാതി ഉപയോഗിച്ച് എന്നെ അർദ്ധരാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ എത്തി
അർദ്ധരാത്രിയാണ് എന്നെ ജയിലിൽ കൊണ്ടിടുന്നത്. കാരണം അപ്പോൾ എനിക്ക് ജാമ്യക്കാരില്ല, കോടതിയിൽ വാദിക്കാൻ പറ്റുന്നില്ല, നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്നാണ് അഡ്വക്കേറ്റ് ഇല്ലാതെ ഹാജരാകേണ്ടി വന്നത്. അന്ന് ജാമ്യക്കാരുണ്ടായിരുന്നു, എനിക്ക് അപ്പം തന്നെ ജാമ്യം കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളില്ല എന്ന് പറയുന്നത് ആവശ്യത്തിലധികം തെളിവുകളുണ്ട്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് പിന്നെ ഘട്ടം ഘട്ടമായി വളർന്ന് അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപങ്ങൾ, അത് ചെറുതൊന്നല്ല. അന്ന് 10,000 കോടി രൂപയുടെ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,00,000 കോടി രൂപയെങ്കിലും അദ്ദേഹത്തിന് പല ഭാഗങ്ങളിലായിട്ട് നിക്ഷേപമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഡയറക്ടറാണ്. എങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഡയറക്ടർ ആവുന്നത്? ഏത് വകയിലാണ്? അവിടെ കോടികളുടെ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ്. ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ലാവ്ലിൻ കമ്പനിയുടെ വരുമാനം, അതായത് ഗഡുക്കൾ ഇങ്ങനെ പൈസ അടഞ്ഞു പോകുമ്പോൾ, ഗവൺമെന്റ് പൈസ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാവ്ലിൻ കമ്പനിക്ക് അതിന്റെ ഒരു ഗഡു പിണറായി വിജയന് പോകുന്നുണ്ട്. അതെവിടേക്കാണ് പോണത്? നേരെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക്, പ്രത്യേക അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് ഷോൺ ജോർജ് തന്റെ കൈവശം തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നിരവധി ഞെട്ടിക്കുന്ന തെളിവുകളാണ് മുന്നിലുള്ള ഏറ്റവും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ 2020 വിധിയിൽ പറയുന്ന കോടതി വിധിയുള്ള രേഖകളാണ് കൃത്യമായി പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള ക്ലിയർ തെളിവ് എന്ന് പറയുന്നത്. കാരണം പിണറായി വിജയന്റെ മകള് വീണ വിജയന്റെ എക്സാലോജിക്കൽ കമ്പനിയിലേക്ക് വന്ന രേഖകളാണ്. അതിലേക്ക് വന്ന ഫണ്ടാണ് 1,72,00,000 രൂപ. എന്തിനാണ് ആ പണം കൊടുത്തത് എന്ന് കൃത്യമായി CMRL കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് യാതൊരു സർവീസും ചെയ്യാതെ പിണറായി വിജയന്റെ സ്വാധീനത്തിൽ കൊടുത്തതാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അഴിമതി, പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തത് പിണറായി വിജയന്റെ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. ആ അഴിമതിയുടെ പണമാണ് അതിൻ്റെ ഒരു അംഗം അങ്ങോട്ട് ചെയ്തത്. കൂടാതെ ഏകദേശം 5,000 കോടിയോളം രൂപ CMRL കമ്പനിയിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് തന്നെ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അതിന് അർത്ഥം എന്താണ്? നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള വലിയൊരു സംഭവമാണിത്. ചെറിയൊരു സംഭവമല്ല. ശരിയായ ഒരു അന്വേഷണം നടന്നാൽ പിണറായി വിജയന്റെ സകല മകനെയും മകളെയും എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്ത് കിടക്കുന്ന ഫണ്ടിന്റെ സോഴ്സ് അടക്കം പിടിച്ച് പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഞെട്ടുന്ന ഒരു സംഭവമായിരിക്കും കിട്ടുക. പല ഇടപാടുകൾ നടന്നിട്ടുള്ളത് കേരളത്തിലോ ഇന്ത്യയിലോ വെച്ചല്ല, വിദേശത്ത് അവിടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പിണറായി വിജയന്റെ ബിനാമി ഇടപാടുകളിലേക്കോ അല്ലെങ്കിൽ മകന്റെയോ മകളുടെ അക്കൗണ്ടുകളിലേക്കോ ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. നിയമത്തിന് മുന്നിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നടന്നൊരു ബിസിനസിന്റെ കമ്മീഷനായിട്ട് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് വേണം അവിടേക്ക് പോകേണ്ടത്. ഇത് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ അത് കൃത്യമായി ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മകനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറ്റും. കേരളത്തിലെ ബിസിനസ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന ഇടപാടുകളിൽ ആണ് കമ്മീഷനായിട്ട് പല കാര്യങ്ങളും ഫണ്ട് അവിടെ എത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ മരുന്ന് കമ്പനികളിലായിട്ടുള്ള ഇടപാട്, പല കമ്പനികളുടെ ഹെഡ് ഓഫീസ് വിദേശത്താണ്. അവരുടെ ദുബായിലുള്ള ഓഫീസിൽ നിന്നാണ് കമ്മീഷനൊക്കെ പിണറായി വിജയന്റെ പ്രത്യേക സ്ഥലത്തേക്കും വീണ ജോർജിന്റെ പ്രത്യേക ബിനാമി അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നത്. അത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാവ്ലിൻ കേസിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പുതിയത് വന്ന CMRL കമ്പനിയുമായിട്ടുള്ള ഈ തെളിവ് ശരിയായ തെളിവാണ്. ഒരു ആളെ 1 രൂപ കൈക്കൂലി വാങ്ങിയാൽ മതി ശിക്ഷിക്കാൻ. അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാര്യത്തിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലാകും. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നിരന്തരമായ കേസുകൾ വരാൻ പോവുകയാണ്. അല്ല, അവിടെയാണ് സാർ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ K-ഫോൺ അടക്കമുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രസന്റുമായി നടത്തിയ ഫെമ നിയമലംഘനം വഴി കിട്ടിയ കോടികൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമായി അവർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇന്ന സമയത്ത് പോയി ഇന്ന സമയത്ത് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഫൂട്ടേജുകളാണ് നഷ്ടമായിരിക്കും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആദായ നീതി വകുപ്പിന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത്തരം കാര്യം വ്യക്തമാക്കിയിരിപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് തെളിവാണ്. അതിന് കൃത്യമായൊരു വിശദീകരണം കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഇവർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആണ് ഇവരുടെ കമ്പനിയുടെ
പ്രവർത്തനം ആയിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത് വീണ വിജയൻ എക്സാലോജിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മാനുവലിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ കരിമണൽ ഖനന കമ്പനിയിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നിരിക്കെ പിന്നെ ഇവർ എന്ത് തരത്തിലുള്ള സേവനമാണ് അവിടേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർ ബാധ്യസ്ഥർ തന്നെയാണ്. എൻ്റെ സംശയം മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. അതായത് വീണ വിജയൻ ഈ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ കൊടുത്തിരുന്നത് AKG സെന്റർ പാളയം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ED റെയ്ഡ് നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ AKG സെന്ററിലേക്ക് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ED വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, AKG സെന്ററിന്റെ അഡ്രസ്സിലേക്ക് കൊടുത്തത് കൊണ്ട് തീർച്ചയായും അവിടെ അടക്കം ED റെയ്ഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അവിടുത്തെ അഡ്രസ്സാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെയൊക്കെ അഡ്രസ്സ് ഉണ്ടോ അവിടെയൊക്കെ കയറാം. ഇപ്പോൾ അവിടെ വിട്ട് കളഞ്ഞിട്ടുണ്ടാവുക ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള ഒരു സംഭവം കൊണ്ടായിരിക്കാം. സ്വപ്ന സുരേഷ് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്. ആ 164 സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം കള്ളക്കടത്ത് നടത്തിയതിൻ്റെയും അതേപോലെ ഇത്തരം കാര്യങ്ങൾ നടത്തിയതിൻ്റെ എല്ലാം കൃത്യമായിട്ട് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ 164 സ്റ്റേറ്റ്മെന്റ് സ്വപ്ന സുരേഷിന് മാറ്റാൻ പറ്റില്ല. ആധികാരികമായി ഡേറ്റ്, സ്ഥലം, ഏത് വിധത്തിലാണ് ഇടപാട് നടന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടാണ് സ്വപ്ന സുരേഷ് കൊടുത്തിട്ടുള്ളത്. അത്തരം റെക്കോർഡുകളൊക്കെ തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു കേസുകളിലേക്കും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ മകളും മാത്രമല്ല കുടുംബസമേതം ജയിലിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അടുത്തത് അറസ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ എല്ലാ സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടി അക്രമം അഴിച്ചു വിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടോ കാര്യമില്ല. അത് യന്ത്രത്തോക്കുമായിട്ടാണ് ഈ CRPF കേന്ദ്രസേന വന്നിരിക്കുന്നത്. അവർ രണ്ടാമതൊന്നും നോക്കി വെടിവെക്കുക എന്നുള്ളത് മാത്രമാണ് അക്രമം കാണിച്ചാൽ ചെയ്യുക. പിണറായി വിജയനെ അക്രമം കാണിച്ചും ഗുണ്ടായിസം കാണിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. എന്നാൽ പിണറായി വിജയൻ വിഴാൻ പോകുന്നു എന്നുള്ളതിന്റെ വൻമരം വിഴാൻ പോകുന്നു. കാരണം 2005 ഞാൻ ഏറ്റുമുട്ടിയ അന്ന് മുതൽ പിണറായി വിജയന് എല്ലാ തരത്തിലും അദ്ദേഹം ഏത് വിധേനയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്ത് വിട്ടുവീഴ്ച ചെയ്തു കേന്ദ്ര ഗവൺമെന്റുമായി ധാരണയുണ്ടാക്കി അല്ലെങ്കിൽ കൺസേൺ അതോറിറ്റിയുമായി ധാരണയുണ്ടാക്കി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു, എത്ര കാലം ഓടിയാലും അവസാനം വീഴും. അത് ഇന്നോ നാളെയോ എന്ന് കരുതിയാൽ മതി. ഒരു കള്ളൻ എത്ര ഓടിയാലും അവസാനം പിടിക്കപ്പെടും. അതേപോലെ നിരന്തരമായി കട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അയാൾ ആത്മവിശ്വാസം, ഭരണമുണ്ട്, പാർട്ടിയുണ്ട്, പാർട്ടി മറയായി ഉപയോഗിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് മൗഢ്യമാണ്. ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവില്ല, ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. യഥാർത്ഥ കഥകൾ പുറത്തു വരുമ്പോൾ CPM-ന്റെ സാധാരണ അണികൾ കല്ലെടുത്തെറിയും പിണറായി വിജയനെയും കുടുംബത്തെയും. അതായത് അന്ന് സ്വപ്ന സുരേഷ് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന തരത്തിലേക്കുള്ള നിഗമനത്തിലേക്ക് കേരളവും എത്തിച്ചേരുന്നു. ഇപ്പോൾ EDയുടെ റെയ്ഡ് കഴിയുമ്പോൾ സാറ് പറയുന്ന പോലെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള ഒരു ആപ്തവാക്യം ഇവിടെ അന്വർത്ഥമാകും എന്ന് വേണം വിചാരിക്കാൻ.